ഈ ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി സ്വന്തമായി ഉണ്ടാക്കിയ നിയമങ്ങൾ വെച്ചു ജീവിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെയുള്ള മെനോനേറ്റുകളെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, കുതിരവണ്ടികളൊക്കെയായി ലളിതമായ വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ആമിഷ് സമൂഹത്തെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാമല്ലേ? അവരുടെ ജീവിതരീതി പലപ്പോഴും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുമായി കാഴ്ചയിൽ സാമ്യമുള്ള പക്ഷെ അത്രയൊന്നും അറിയപ്പെടാത്ത വേറൊരു വിഭാഗമുണ്ട്: മെനനൈറ്റുകൾ. ഇന്റർനെറ്റും ഉന്നത വിദ്യാഭ്യാസവുമൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി ഭൂമിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം. അപ്പോ എന്താണ് ഇവരെ ഇത്രയധികം വ്യത്യസ്തരാക്കുന്നത്? നമുക്ക് നോക്കാം. ഈ സമൂഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ആദ്യം ഇവരാരാണ്, ഇവരുടെ ചരിത്രം എന്താണ് എന്നൊക്കെ നോക്കാം. പിന്നെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് അവരുടെ സമൂഹത്തിന്റെ നെടുംതൂണായ കുടുംബത്തെക്കുറിച്ചും പിന്നെ എന്തിനാണിവർ ലോകത്തിൽ നിന്ന് ഇത്രയധികം വേറിട്ട് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാം. അവസാനം അവരുടെ സ്വയം പര്യാപ്ത ജീവിത രീതിയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവരുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നോക്കാം. കാരണം അവരുടെ ഇന്നത്തെ ജീവിതം മനസ്സിലാക്കാൻ ഈ ചരിത്രം അറിയുന്നത് വളരെ പ്രധാനമാണ്. ഇവരുടെ കഥ തുടങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്, മദനവീകരണ കാലത്ത്. മെനോ സൈമൺസ് എന്നൊരു പുരോഹിതന്റെ ആശയങ്ങളായിരുന്നു ഇവരുടെ വഴികാട്ടി. അന്നത്തെ കാലത്ത് വളരെ വിപ്ലവകരമായ ഒരു ആശയമായിരുന്നു അദ്ദേഹത്തിന്റേത്. അതായത്, കുഞ്ഞായിരിക്കുമ്പോൾ നടത്തുന്ന സ്നാനത്തിന് പകരം ഓരോ വ്യക്തിയും ബോധപൂർവം വിശ്വാസം തെരഞ്ഞെടുത്ത ശേഷം മുതിർന്നവരായി സ്നാനം സ്വീകരിക്കണം എന്നതായിരുന്നു അത്. ഈ വിശ്വാസത്തിന്റെ പേരിൽ യൂറോപ്പിൽ ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെയാണ് അവർ അമേരിക്കയിലേക്ക് കുടിയേറുന്നതും അവിടെ ഇതുപോലെയുള്ള ശക്തമായ സമൂഹങ്ങൾ ഉണ്ടാക്കുന്നതും. ഇനി നമുക്ക് ഇവരുടെ ജീവിതത്തിന്റെ അടിത്തറയെക്കുറിച്ച് സംസാരിക്കാം. വിശ്വാസം. അവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചെറിയ തീരുമാനവും വരുന്നത് ഈ ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്. അവരുടെ പള്ളിയിലെ ആരാധനയൊക്കെ വളരെ ചിട്ടയോടുകൂടിയതും ഗൗരവമുള്ളതുമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ? പുരുഷന്മാരും സ്ത്രീകളും വേറെ വേറെയാണിരിക്കുന്നത്, സ്വന്തം കുടുംബക്കാരാണെങ്കിലും പോലും. സമൂഹത്തിൽ ഓരോരുത്തർക്കും എത്ര വ്യക്തമായ സ്ഥാനങ്ങളുണ്ടെന്നതിന്റെ ഒരു സൂചനയാണിത്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവരുടെ ആരാധനയിൽ പങ്കെടുക്കാൻ സാധാരണയായി അവസരം കിട്ടാറില്ല. ബൈബിളിലെ ഈ ഒരു വാക്യം നോക്കൂ. ഇതാണ് അവരുടെ വളരെ സവിശേഷമായ ഒരു ആചാരത്തിനു പിന്നിലെ കാരണം. പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് ചിലപ്പോൾ ഇത് കുറച്ച് വിചിത്രമായി തോന്നിയേക്കാം. അതെ, ബൈബിളിലെ വാക്കുകൾ അതേപടി എടുക്കുന്നതുകൊണ്ടാണ് പള്ളിയിൽ പുരുഷന്മാർ പരസ്പരം ചുംബിച്ച് അഭിവാദ്യം ചെയ്യുന്നത്. അവരുടെ ഓരോ ആചാരത്തിനും പിന്നിൽ ഇതുപോലെ ബൈബിളിൽ ഉറച്ച ഒരു കാരണമുണ്ടാകും. പ്രാർത്ഥന എന്നത് അവർക്കൊരു പ്രത്യേക സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന ആശയത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു ട്രാക്ടർ ഓടിക്കുമ്പോഴോ ഒരു കടയിൽ ജോലി ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുകയാണെങ്കിലും അവരുടെ മനസ്സെപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലുമായിരിക്കും. മെനനൈറ്റ് സമൂഹത്തിന്റെ അടുത്ത പ്രധാന ഘടകം കുടുംബമാണ്. ഇവിടെ വ്യക്തികളെക്കാൾ പ്രധാനം തലമുറകളോളം നീളുന്ന വലിയ കുടുംബങ്ങൾക്കാണ്. അതാണ് ആ സമൂഹത്തിന്റെ നെടുംതൂൺ. ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ, 135. ഇതെന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും ഊഹമുണ്ടോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ ഇത് ആ സമൂഹത്തിലെ ഒരൊറ്റ ദമ്പതികളുടെ പേരക്കുട്ടികളുടെ എണ്ണമാണ്. ഇത് കാണിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ എത്ര വലുതാണെന്നും സമൂഹം എത്ര വേഗത്തിലാണ് വളരുന്നതെന്നുമാണ്. അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടേതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്ന് നോക്കൂ. അവിടെ സാധാരണ ഡേറ്റിംഗ് എന്നൊന്നുമില്ല. വിവാഹത്തിനു മുൻപ് ശാരീരിക സ്പർശനം ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ഡേറ്റിംഗിൽ സാധാരണയായി ആകർഷണത്തിനും ഇഷ്ടങ്ങൾക്കുമാണ് പ്രാധാന്യമെങ്കിൽ അവിടെ അവർ പരസ്പരം മനസ്സിലാക്കുന്നത് ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചാണ്. വിവാഹം അവർക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്നൊരു പുണ്യബന്ധമാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ സമൂഹം ആധുനിക ലോകത്തിൽ നിന്ന് ഇത്രമാത്രം അകന്നു നിൽക്കുന്നത്? ഇത് അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തെയും ജീവിതരീതിയെയും സംരക്ഷിക്കാൻ അവർ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമാണ്. ഇന്റർനെറ്റ്, സ്മാർട്ട്ഫോൺ, ടിവി, സിനിമ, സംഗീതം ഇതൊന്നും അവരുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. ജസ്റ്റിൻ ബീബറെക്കുറിച്ചോ ടെയ്ലർ സ്വിഫ്റ്റിനെക്കുറിച്ചോ അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, അത്രമാത്രം. ഏറ്റവും പ്രധാനം, 8ാം ക്ലാസ്സിനപ്പുറത്തേക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസം അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹൈസ്കൂളോ കോളേജോ ഒന്നുമില്ല. പുറം ലോകവുമായി അവർ ഈ അകലം പാലിക്കുന്നതിന് കാരണം ബൈബിളിലെ ഒരു തത്വമാണ്: ദുഷിച്ച സംസർഗം സദാചാരത്തെ ദുഷ്പിക്കുന്നു.
അതുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. കോളേജ് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ റിസ്ക് ആണെന്ന് അവർ കരുതുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വർഷങ്ങളോളം മാറി നിൽക്കുന്നത് അത്ര മൂല്യമുള്ള ഒരു കാര്യമല്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ലോകത്തിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: സ്വയം പര്യാപ്തത. കഠിനാധ്വാനവും പരസ്പര സഹകരണവുമാണ് അവരുടെ ശക്തി. ഇവരുടെ ജീവിതത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. ഇവിടെ കാണുന്നതുപോലെ മാംസം സംസ്കരിക്കുന്നത് മുതൽ ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം പാട്ടിലാക്കി സൂക്ഷിക്കുന്നത് വരെ എല്ലാം അവർ സ്വന്തമായി ചെയ്യും. കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ജോലികളിൽ പങ്കാളികളാകുന്നു. അങ്ങനെ ഉത്തരവാദിത്തം പഠിക്കുന്നു. ഇവർ വെറും കർഷകർ മാത്രമല്ല, നല്ല കഴിവുള്ള ബിസിനസ്സുകാർ കൂടിയാണ്. ഈ സമൂഹം ശരിക്കും ഒരു സ്വയം പര്യാപ്ത യൂണിറ്റ് പോലെയാണ്. എന്താവശ്യമുണ്ടെങ്കിലും അതിനുള്ള ആൾ ആ സമൂഹത്തിനുള്ളിൽ തന്നെയുണ്ടാകും. ഒരു മെക്കാനിക്, ഒരു ഇറച്ചിവെട്ടുകാരൻ, ഒരു കർഷകൻ, എല്ലാവരും പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോ ഈ ജീവിതരീതിയുടെയൊക്കെ യഥാർത്ഥ അർത്ഥമെന്താണ്? അവരുടെ പുരോഹിതനായ ജോയേലിന്റെ വാക്കുകൾ അതിനുത്തരം നൽകുന്നുണ്ട്. അവരുടെ ലളിതമായ ജീവിതശൈലിയും നിയമങ്ങളുമൊക്കെ ഒരു പുറംചട്ട മാത്രമാണ്. അതിനപ്പുറം യേശു കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കുക, ആ ഒരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോ ഈ പുറം ലോകത്തിന്റെ സങ്കീർണതകളിൽ നിന്നൊക്കെ മാറി വിശ്വാസത്തിലും കുടുംബത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ ലളിതമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്ത് കരുതണം? ഈ ജീവിതത്തിലൂടെ അവരെന്താണ് നേടുന്നത്? അതേസമയം ആധുനിക ലോകത്തിലെ എന്തൊക്കെ അവസരങ്ങളാണ് അവർക്ക് നഷ്ടമാകുന്നത്? ഇത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണ്.